അപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ അഖണ്ഡനാമയജ്ഞം. എല്ലാ കൊല്ലവും വൃശ്ചിക മാസത്തിൽ ശബരിമലയിൽ പോകാൻ മാലയിട്ടവർക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും കൗക്കാട് എന്ന സ്ഥലത്തെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോവാറ്. കാരണം കൗക്കാടാണ് ഞാൻ 5ാം ക്ലാസ് വരെ പഠിക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു എൻ്റെ സ്കൂള്. അപ്പോൾ എനിക്ക് ഈ അമ്പലത്തോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. പിന്നെ ഞാൻ 3 തവണ ശബരിമല പോയിട്ടുമുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അഖണ്ഡനാമ യജ്ഞത്തിന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരനെ കണ്ടു, അവനോട് സംസാരിച്ചു. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ കാണാൻ കഴിയുന്നത്. പിന്നീട് അവിടെ വെച്ചിട്ട് വേറൊരു കൂട്ടുകാരനെയും കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് വരുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. അത്രയ്ക്ക് തിരക്കാണ് അവിടെ. ഇതാണ് അഖണ്ഡനാമം എന്ന് പറയുന്നത്. നോക്കിക്കേ. സദാനന്ദ സർവഭൂതദയാ പരം രക്ഷ രക്ഷ മഹാ. ഈ ഒരു കാര്യത്തിൽ പ്രായഭേദമന്യേ ചെറിയ കുട്ടികളും മുതിർന്ന സ്ത്രീകളടക്കം എല്ലാവരും പങ്കെടുക്കും കേട്ടോ. ഇത് കുറേ നേരം കളിച്ചു കഴിയുമ്പോൾ പലരും ഇതിനകത്തുനിന്ന് വയ്യാണ്ട് വീഴുകയും അവരെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയാം. എപ്പോഴത്തെ പോലെ തന്നെ എൻ്റെ ക്യാമറമാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ടലിൽ പോയി നല്ല ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അമ്പലത്തിൽ ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭയങ്കര വലിയ ക്യൂ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. സോ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ പോയത്.